ഹായ്, എസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു അത്രത്തോളം അവർ നമ്മളെയും സ്നേഹിക്കണം. എപ്പോഴും ലൈഫ് ലോങ് നമ്മുടെ കൂടെ അവരുണ്ടാവണം. ഇത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന കാര്യം. അതേസമയം നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മളെ നഷ്ടമാകുമോ എന്നൊരു പേടി അവർക്ക് ഉണ്ടാവും എന്നുള്ളത്. ബിക്കോസ് നമുക്ക് ആ പേടി എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നമ്മളെ വേണ്ടാന്ന് തോന്നുമോ, ഇനി അവർക്ക് നമ്മുടെ ആ റിലേഷൻഷിപ്പ് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, മറ്റാരോടെങ്കിലും ഇഷ്ടം തോന്നുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലും ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങളാണ്. അപ്പോൾ അവര് നമ്മളെ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് അധികമൊന്നും ആർക്കും അറിയാനുള്ള സാധ്യതയില്ല, പക്ഷെ എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പൊ അങ്ങനെ അവര് നിങ്ങൾ നഷ്ടമാകുമോ എന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചെറിയ മാറ്റങ്ങൾ പോലും ആളെ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ആളത് ചോദിക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒന്ന് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ മിണ്ടാതിരിക്കണത്, ഈ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കും. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു വിഷമമൊക്കെ നിങ്ങളുടെ ഫേസിൽ കാണുന്നുണ്ടെങ്കിൽ ആളപ്പം ചോദിക്കും, എന്താ പറ്റി ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കണത്, എന്ത് പ്രശ്നം ഉണ്ടല്ലോ പറയാന്നുള്ളത് നിങ്ങളടുത്ത് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾ പറയണ്ടാവില്ല, പക്ഷെ ആളങ്ങനെ ചോദിക്കും എന്നുള്ളതാണ്. അത് ആള് ഭയങ്കരമായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒന്ന് നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതൽ അവിടെ ഉണ്ട്. അതായത് നിങ്ങളുടെ അത്രയും ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ചെറിയ മാറ്റങ്ങളിൽ പോലും ആൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ അടുത്ത് എന്താ പറ്റിയെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവരോടൊരു ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ടാവോ, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവോ, അതുകൊണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമാകുമോ എന്നൊരു പേടി കൂടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചെറിയ മാറ്റങ്ങൾ പോലും ആള് ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു കാര്യം, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സംസാരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ആള് തയ്യാറാവും എന്നുള്ളതാണ്. ഈഗോ കാണിച്ചിരിക്കുകയൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയും അത് സോൾവ് ആക്കണം, സൊല്യൂഷൻ കണ്ടുപിടിക്കുക. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. അതായിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. കാരണം ചെറിയ പ്രശ്നം കൊണ്ട് പോലും നിങ്ങൾ അവരെ വിട്ട് പോകരുത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. സോ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിലും ഒന്ന് പാച്ചപ്പ് ആക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുള്ളതാണ്. മേ ബി അവർ വന്ന് സോറി പറയുന്നുണ്ടായിരിക്കും. അവരായിരിക്കും ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നതും മുൻകൈ എടുക്കുന്നതും ഒക്കെ. അപ്പം എങ്ങനെയാണെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ അവർ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതലും നഷ്ടമാകരുത് എന്നുള്ള ആഗ്രഹമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആൾ മാക്സിമം ട്രൈ ചെയ്യും. എത്ര തിരക്കുണ്ടെങ്കിലും ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കും അവർ. കാരണം അവർക്കറിയാം സമയം എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റും, അതായത് യാതൊരു വിലയും കൊടുക്കാതെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റാണ്. അതിനത്രയും തന്നെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ആ ഒരു പേഴ്സണ് വളരെ നന്നായിട്ട് അറിയാം. മറ്റെന്ത് കൊടുക്കുന്നില്ലെങ്കിലും ആളുടെ കൂടെ ഇരിക്കണം, കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം, അതിലാണ് റിലേഷൻഷിപ്പ് ഇരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായ ബോധമുള്ള ആളുകളായിരിക്കും അവർ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം അവരെത്ര തിരക്കുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം അവർ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്ന പ്രയോറിറ്റിയാണ്. അവർ ചിലപ്പോൾ അത്രയും നല്ല തിരക്കുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അവരുടെ ജോബ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ബിസി ലൈഫായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് വേണ്ടി സമയം തരുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, സമയം തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കുറയും എന്നുള്ളത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിട്ടു പോകരുത് എന്ന ചിന്തയുള്ളത് കൊണ്ടും പോകുമോ എന്ന് പേടിയുള്ളത് കൊണ്ടുമാണ് അവരത്രയും സമയം നിങ്ങൾക്ക് തരുന്നത്, അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം, തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും ഏറ്റുപറയാനും മാറ്റാനും അവർ തയ്യാറാവും എന്നുള്ളതാണ്. ഇത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ല, നമ്മളെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ചെയ്യുന്നതാണ്. ഇവർ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, യെസ് ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത്. അത് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് സോറി പറയുകയും ചെയ്യും, ക്ഷമ ചോദിക്കുകയും ചെയ്യും. അവരുടെ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്കത് കാണിച്ചു തരുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് പ്രവൃത്തികളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്, അവരെത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവളല്ലെങ്കിൽ അവനല്ലേ കുഴപ്പമൊന്നുമില്ല, ആ ഒരു ചിന്തയിൽ പ്രത്യേകിച്ച് അവർ ഒരു മാറ്റവും കൊണ്ടുവരില്ല. ജസ്റ്റ് ഒരു സോറി പോലും അവർ പറയില്ല, അത് അവരങ്ങനെ വിട്ടുകളയും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വിട്ടുപോകുമോ എന്ന് ഭയമുള്ള, വിട്ടുപോകരുതെന്ന് ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ
അവർ എത്ര ചെറിയ തെറ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിലും തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനൊരു പശ്ചാത്താപം ഉണ്ടായിരിക്കും, സോറി പറയുകയും ചെയ്യും. നമ്മളെ വേദനിപ്പിക്കരുതെന്ന് വിചാരിക്കും. കാരണം വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേദനിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് തന്നെ ബാധിക്കും, വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ മാക്സിമം നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഓക്കെ ആക്കാനും അവരുടെ പ്രവൃത്തികളിൽ ഒരു മാറ്റവും എന്തായാലും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം താല്പര്യം അവർ കാണിക്കുന്നുണ്ടാവും. അതായത് നിങ്ങളുടെ ഓരോ ദിവസത്തെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ടാവും. നിങ്ങളുടെ സന്തോഷം, വിഷമം, അതുപോലെ തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ, ഇതിനെല്ലാത്തിനും അവരൊരു ഇൻട്രസ്റ്റ് കാണിക്കുകയും അതിലൊക്കെ അവർ ഇൻവോൾവ് ആവുകയും ചെയ്യും. അതായത് അതെല്ലാം നടത്താൻ വേണ്ടിയിട്ട്, ഇപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടത്താൻ വേണ്ടി മാക്സിമം അവർക്ക് പറ്റുന്ന പോലെ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. വളരെയധികം അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടി അയാൾ മാക്സിമം ട്രൈ ചെയ്യും. അവർക്കറിയാം ഇപ്പോൾ ഒരാൾ എത്രത്തോളം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു, അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു പേഴ്സൺ, അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നൊരു പേഴ്സൺ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവരോട് എത്രത്തോളം ഇഷ്ടം ഉണ്ടായിരിക്കും, അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളാവാനായിട്ടായിരിക്കും അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂടെ നിൽക്കുന്ന, അത്രയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് മാറാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ്. അത് ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ്. എപ്പോഴും നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി കാണണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അതേസമയം നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് കൂടി അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹമായിട്ടുള്ളത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതേസമയം അവരുടെ ഉള്ളിൽ ഒരു ടെൻഷനും ഉണ്ട്, നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നഷ്ടമാകുമോ എന്നൊരു ഭയം നമുക്ക് ഉണ്ടാവുന്നത് ഒരിക്കലും നമ്മൾക്ക് അവരെ നിയന്ത്രിക്കണമെന്ന് തോന്നുന്നത് കൊണ്ടൊന്നുമല്ല. നമ്മൾ അത്രയധികം ആത്മാർത്ഥമായിട്ട് ആ ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവുക. അപ്പം അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഒരാൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അതായത് എല്ലാവർക്കും നടക്കുന്നൊരു കാര്യമല്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ ഫേസ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ ഇത്തരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ എത്രയും, അതായത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത എത്രയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. തിരിച്ചവരെ സ്നേഹിക്കുക, ഒരിക്കലും വിട്ടു പോവില്ല എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുക. നല്ല രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അഥവാ ഇത് കാണുന്ന ആളുകൾക്ക് കുറേ പേർക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് എല്ലാവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ വേണമെന്ന് തോന്നുന്നവർക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്